ഇതൊക്കെ നിന്നോട് പറഞ്ഞു തീർത്തപ്പോൾ എന്തൊരാശ്വാസം. യു ലൈക്ക് മൈ അൺപെയ്ഡ് തെറപ്പിസ്റ്റ്. ഓർ ഇസ് ഇറ്റ്? നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ തുറന്നു പറയാൻ ഒരു ഫ്രണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അതിപ്പോൾ പേഴ്സണൽ ഇഷ്യൂസ് തൊട്ട് ഫാമിലി ഇഷ്യൂസ് വരെ നമ്മുടെ പ്രശ്നങ്ങൾ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ കേൾക്കുന്ന, നമ്മളെ അങ്ങനെ മനസ്സിലാക്കുന്ന ചില ആളുകൾ, ദേ ആർ സച്ച് ജെംസ്. പക്ഷേ ഇസ് ഇറ്റ് ദ ഐഡിയൽ തിങ് ടു ഡു ഓൾ ദി ടൈം? നമ്മുടെ ഫ്രണ്ട്സ് ഡിസംബറിലെ ഒരു ഹോട്ട് കപ്പ് ഓഫ് കോഫി പോലെയാണ്, വാം, കംഫർട്ടിങ് ആൻഡ് കാമിങ്. പക്ഷേ ഈ കോഫിക്ക് നമ്മുടെ ഡിസംബറിലെ കോച്ച് പിടിക്കുന്ന തണുപ്പ് ഫുള്ളായിട്ട് മാറ്റിത്തരാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് എ കൺവീനിയൻറ്റ് ടെമ്പററി സൊല്യൂഷൻ. എന്ന് വെച്ചാൽ ദർ ആർ സർട്ടൻ സിറ്റുവേഷൻസ് വെയർ നമ്മുടെ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സൈക്കോളജിക്കൽ ഹെൽപ്പ് തന്നെ സീക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ യുവർ ഫ്രണ്ട് ആക്ച്വലി കാൺട്ട് ഹെൽപ്പ്. ഫ്രണ്ട്സിനെ ഓവറായി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഐഡിയൽ സൊല്യൂഷൻ അല്ല എന്ന് പറയാൻ കാരണങ്ങളുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് എത്ര തന്നെ സത്യസന്ധരാണെന്ന് പറഞ്ഞാലും ദേ ഹാവ് എ ടെൻഡൻസി ടു വൗച്ച് ഇൻ അവർ ഫേവർ. ഒരു സൈഡ് പിടുത്തത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൈൽ അവർ ഫ്രണ്ട്സ് ആർ അമേസിങ്, അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് തന്നെ സീക്കണം. അത് അവരെ കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. പക്ഷെ ചില സമയങ്ങളിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ വിചാരിക്കുന്നതിലും അധികം കോംപ്ലെക്സ് ആയിരിക്കും. ആൻഡ് അങ്ങനത്തെ സിറ്റുവേഷൻസിൽ വി നീഡ് പ്രൊഫഷണൽ ഹെൽപ്പ്. നമ്മുടെ ആ ഗോ ടു ഫ്രണ്ട്സിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ലെറ്റ്സ് മൂവ് ടുവേർഡ്സ് ബെറ്റർ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീസസ്.